ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ചെറുപഴം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1.5 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് 1.5 അച്ച് ശർക്കര മതിയാവും, കറക്റ്റ് അളവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പഴം അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഇതാ 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ആദ്യം ഒരു 1/2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റവയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്ക്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്കിതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണോളം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാവാക്കിയിട്ട് കലക്കിയെടുക്കുക. സ്പൂൺ കൊണ്ട് കോരിയിടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ശർക്കരപ്പാനി കുറച്ചധികം ഒന്ന് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്താലും മതി. ശർക്കരപ്പാനി തികയാത്തതുകൊണ്ടാണ് ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇതുപോലെ അധികമായിട്ട് ലൂസാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് ഞാനിവിടെ കറുത്ത എള്ള് ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് കഴുകി അരിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഒന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഓപ്ഷണലാണ്. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ തേങ്ങയൊക്കെ അതിന് ഉള്ളിൽ കടിക്കുമ്പോൾ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ ഒരു ലൂസാണ് ഉണ്ടാവുക ഈ ഒരു മാവിന്. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് ഓരോ സ്പൂൺ ഇതുപോലെ കോരി ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇത് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ഇളക്കി വരുമ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ആദ്യത്തേത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഇത് ചുട്ടെടുക്കരുത്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ മാറി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും.
അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം ആയി കിട്ടും. എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി സ്നാക്കാണ്. വളരെ കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉള്ളിൽ ഈ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു കടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറുപഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.